മേഘ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും പുതിയൊരു പരാതി. അതിപ്പോൾ വന്നതല്ല, കുറച്ച് നാളുകൾക്ക് മുൻപ് വന്നതാണ്. ആ പരാതിയുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇന്ന് രാവിലെ നമ്മളിൽ പലരും ഉറക്കം എഴുന്നേറ്റപ്പോൾ കണ്ടത്. ഈ പറയുന്നത് പോലെ പെട്ടെന്ന് ഒരു ദിവസം അറസ്റ്റിലായതാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അങ്ങനെയല്ല. ഈ പരാതി വന്നതിന് ശേഷം രഹസ്യമായ പോലീസിന്റെ നീക്കത്തോടെ രാഹുലിനെ എങ്ങനെയും കൊടുക്കണം എന്നുള്ളൊരു രീതിയിൽ തന്നെയായിരുന്നു ഈ ഒരു അറസ്റ്റിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു പരാതി വരുമ്പോൾ ഈ ഒരു വലിയ രീതിയിൽ വാർത്തകൾക്ക് പ്രാധാന്യം നൽകിയിരുന്ന രാഹുൽ വിഷയത്തിൽ പ്രാധാന്യം നൽകിയിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു പരാതി വരാതെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസ് വരാതെ ഇപ്പോൾ ഇത് വരുമ്പോൾ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം മുക്കിക്കളയാനുള്ള ഒരു പുതിയ തന്ത്രം വല്ലതും ആയിരിക്കില്ല. സ്വാഭാവികമായിട്ടും അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റു പറയാൻ സാധിക്കുമോ? ഒന്ന് ആലോചിക്കണം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരാതി വരാൻ തുടങ്ങിയിട്ട് 5-6 മാസങ്ങൾക്ക് മുകളിലായി. നമ്മൾ ആദ്യത്തെ 2 പരാതികൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് വ്യക്തമാവുന്ന ഒരു കാര്യമുണ്ട്. ഇതൊരു അദ്ദേഹത്തിന്റെ ഒരു ഹാബിറ്റാണ്. ഒരു ഹാബിച്വൽ ഒഫൻഡർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റാത്തൊരു രീതി നമുക്ക് മനസ്സിലാകും. ഇതിൽ സർക്കാരിനോ ഈ പറയുന്ന ഇടതുപക്ഷത്തിനോ ഒന്നും ചെയ്യാനില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം അത്രമേൽ ക്രൈം അയാൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് 3-ാം പരാതിയാണ്. രാവിലെ ഞാനൊരു സുഹൃത്തുമായി സംസാരിക്കുകയായിരുന്നു. 3 അല്ല 30 പരാതി വരാനുള്ള അത്രയും കേസുകൾ അദ്ദേഹത്തിനെതിരെ ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആദ്യത്തെ 2 കേസ് ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് രാഹുലിനെ അറസ്റ്റ് ചെയ്തില്ല എന്ന് ഞാനും ഹർഷയും അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ ഇങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൂന്നാമതൊരു കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തു എന്ന് ചോദിക്കുന്നതിൽ യുക്തിയില്ലാതെ പോകും. എന്ത് തന്നെയായാലും ആദ്യത്തെ 2 കേസുകളിൽ വഴുതിപ്പോയ രാഹുലിനെ എന്താണ് പറയുക, കേരള പോലീസിന്റെ സൂക്ഷ്മ ബുദ്ധിയിൽ വ്യക്തമായി പ്ലാൻ ചെയ്ത് പിടികൂടി. അത്രമാത്രമേ ഇതിൽ കാണാനുള്ളൂ. ഇതിന് പിന്നിൽ പൊളിറ്റിക്സ് ഉണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അല്ല, പക്ഷേ ഈ പറയുന്നത് പോലെ പോലീസ് എത്രത്തോളം നമുക്കറിയാം, ഒരു സമയത്തൊക്കെ പോലീസ് എസ്കോർട്ടോട് കൂടി പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ട്രോളുകൾ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലല്ല, കേരള പോലീസിനാണ് ആ ഒരു ട്രോളുകൾക്ക് യഥാർത്ഥത്തിൽ അവകാശികളായിരുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ പരാതി വരുമ്പോൾ ഈ ഒരു ഇപ്പോൾ വന്നിരിക്കുന്ന പരാതിയിൽ പറയുന്ന കൂടുതൽ ഭാഗങ്ങളും നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും കഴിഞ്ഞ സമാനമായ കേസിലെ കഴിഞ്ഞ തവണയായിട്ട് പരാതിയുമായി വന്ന പെൺകുട്ടികളുടെ കേസുമായി വളരെയധികം സാമ്യം നമുക്ക് തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നമ്മൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന അതേ വിഷയം തന്നെയാണല്ലോ എന്ന് മനസ്സുകൊണ്ട് ആലോചിച്ചു പോകും. പക്ഷേ അപ്പൊ എന്റെ ഒരു സംശയം ഇതാണ്, കഴിഞ്ഞ പ്രാവശ്യം മെയിൽ അയച്ചു എന്ന് പറയപ്പെടുന്ന അതേ പെൺകുട്ടി തന്നെയായിരിക്കുമോ വീണ്ടും ഈ ഒരു കേസിലൂടെ മുന്നോട്ട് വന്നിരിക്കുന്നത്? അതും ഇത്തരത്തിൽ മുൻപോട്ട് മുഖം കാണിക്കാതെ അല്ലെങ്കിൽ ഐഡന്റിറ്റി വെളിപ്പെടാതെ മറയത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. സണ്ണി ജോസഫിന് പരാതി വന്നു എന്ന് പറയുമ്പോൾ ആ വ്യക്തി തന്നെ ആയിരിക്കുമോ വീണ്ടും ഇത്തരത്തിൽ ഈ ഒരു പരാതിയുമായി പോലീസിനെ നേരിട്ട് സമീപിച്ചിരിക്കുന്നത്? ഹർഷ, എനിക്കും ഹർഷയ്ക്കും പുറത്തുള്ള പൊതുജനത്തിന് മാത്രമാണ് ഇവർ മാസ്ക് ചെയ്യപ്പെടുന്ന അതിജീവിതകളായി തുടരുന്നത്. പോലീസിന്റെ മുന്നിൽ ഇവർക്ക് പേരും നാളും ഊരും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ മെയിൽ അയച്ച പെൺകുട്ടി ആരാണെന്ന് പോലീസിന് വ്യക്തമായിട്ട് അറിയാം. പോലീസ് തന്നെ പറയുന്നു ഇത് 3-ാമത്തെ പരാതിയാണെന്ന്. അപ്പോൾ ഇത് 3-ാമത്തെ പെൺകുട്ടി തന്നെ ആയിരിക്കണം. ഹർഷ പറഞ്ഞു നേരത്തെ പരാതികളുമായി സാമ്യമുണ്ടെന്ന്. അപ്പോൾ 3-ാമത്തെ പെൺകുട്ടി അത് കോപ്പി അടിച്ചു എന്നതിനേക്കാൾ ഉപരി രാഹുൽ ഇങ്ങനെയാണ് എല്ലാ പെൺകുട്ടികളെയും ട്രീറ്റ് ചെയ്തിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പരാതിയിൽ വ്യക്തമായിട്ടുണ്ട് മുഖത്തടിക്കുകയും തുപ്പുകയും ആക്രമിക്കുകയും ചെയ്തു എന്ന്. ആ പെൺകുട്ടി വിവാഹിതയായിരുന്നു. രാഹുലിന്റെ പ്രൈം ടൈമിലാണ് ഈ പെൺകുട്ടിയെ പരിചയപ്പെടുന്നത്. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുന്നു. ആ കുട്ടി ഹസ്ബൻഡുമായി പ്രശ്നമുണ്ടായിരുന്ന സമയത്ത് സംസാരിക്കുന്നു. അയാളെ ഡിവോഴ്സ് ചെയ്യണമെന്ന്, ഞാൻ നിന്നെ കല്യാണം കഴിച്ചുകൊള്ളാമെന്ന് പറയുന്നു, ഇന്ന ഹോട്ടലിലേക്ക് വരണമെന്ന് പറയുന്നു. ആ പെൺകുട്ടി റൂമിലേക്ക് വരുമ്പോൾ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ, ഒരു ചോദ്യമോ പറച്ചിലോ ഒന്നുമില്ലാതെ ആ കുട്ടി ആക്രമിക്കുകയാണ് ചെയ്തത്. ആ കുട്ടി പറയുന്നുണ്ട് എനിക്ക് ഓവുലേഷൻ ടൈമാണ്, പ്രഗ്നന്റ് ആവാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു കുഞ്ഞ് വേണം. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഇതൊരു മാനസിക രോഗമാണ്. അദ്ദേഹത്തിന് എല്ലാവരുമായിട്ട് കുഞ്ഞുങ്ങൾ വേണം. അതിന്റെ ഭാഗമാണിത്. ഇവിടെ ഒരു സംശയം വരുന്നത്, ഈ പെൺകുട്ടിയാണെങ്കിൽ പോലും വിവാഹബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് രാഹുൽ അതിന് മുൻപ് തന്നെ കുഞ്ഞു വേണം. ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ പെൺകുട്ടിയോട് നേരത്തെ തന്നെ രാഹുൽ ആവശ്യപ്പെട്ടിരുന്നു തങ്ങൾക്ക് കുഞ്ഞു വേണമെന്നുള്ളത്. അതിനുശേഷമാണ് ഈ പറയുന്നത് പോലെ റൂം എടുക്കുകയും അവിടെ ചെന്ന് ഈ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുൻപ് വീണ്ടും ഈ പെൺകുട്ടി ആവർത്തിക്കുന്നുണ്ട് ഓവുലേഷൻ ടൈം ആണെന്ന് പറയുമ്പോൾ കുഞ്ഞു വേണമെന്ന് പറയുകയും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ആ പെൺകുട്ടി നമ്മൾ നേരത്തെ ചോദിച്ചിരുന്ന അതേ ചോദ്യം തന്നെയാണ്. ഓൾറെഡി വിവാഹബന്ധത്തിലായിരിക്കുന്ന കുട്ടി, ഡിവോഴ്സ് ചെയ്യാത്തൊരു പെൺകുട്ടി ഇത്തരത്തിൽ സെക്സിന് ശേഷം പില്ലെടുക്കാതിരുന്നത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ അതിനൊരു തടയിടാമായിരുന്നു, പ്രഗ്നന്റ് ആവാതിരിക്കാനുള്ള ഒരു പ്രിക്കോഷൻസ് പെൺകുട്ടിക്ക് എടുക്കാമായിരുന്നില്ല എന്ന് ചോദിച്ചാൽ അവിടെ തെറ്റ് പറയാൻ സാധിക്കില്ലല്ലോ.
തിരിച്ചു ചോദിച്ചാലോ, എന്തിന്റെ രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ ഒരു കൃത്യം ചെയ്തു എന്ന് ചോദിച്ചാലോ അംഗീകരിക്കാൻ സാധിക്കും. ഇത് യഥാർത്ഥത്തിൽ രാഹുലിന് മാനസിക പ്രശ്നമാണോ എന്ന് പോലും സംശയിക്കേണ്ട ഒരു സാഹചര്യമാണ്. കാരണം ഇപ്പോ ഈ പറയുന്ന പരാതി അനുസരിച്ചാണെങ്കിൽ 3 പേരോടോ അല്ലെങ്കിൽ 4 പേരോടോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ആരോപണങ്ങളും പരാതി എത്രയായിക്കോട്ടെ അതെല്ലാം തന്നെയും സമാനമായ രീതികളിൽ തന്നെയാണ്. സേഫ് ആയിട്ട് കല്യാണം കഴിഞ്ഞു, എന്നാൽ വിവാഹബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉള്ളവരെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നത്. ഇപ്പൊ കഴിഞ്ഞ പരാതി വന്നപ്പോഴും നമ്മൾ കണ്ടിരുന്നു, കല്യാണം കഴിഞ്ഞ സ്ത്രീയാണ്, ഡിവോഴ്സ് ആയിട്ടില്ല, പക്ഷേ പ്രശ്നങ്ങളുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാവുമ്പോൾ സേഫ് ആണ് എന്ന് ചിന്തിച്ചിരുന്നു. വളരെ പ്രണയാർദ്രമായ ഒരു ബന്ധത്തിൽ നിന്നുകൊണ്ട് വളരെ പ്രണയാർദ്രമായി എനിക്ക് നിന്നിൽ ഒരു കുഞ്ഞ് വേണമെന്ന് പറയുമ്പോ പെൺകുട്ടി അതിൽ അത് പിന്നീടായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്റെ കൺസെന്റ് ഇല്ലാതെയാണ് അത് ചെയ്തത് എന്ന് അവൾ അടുത്ത ദിവസം ചിന്തിക്കുകയാണ്. എന്നോടൊന്ന് ചോദിക്കുക പോലും ചെയ്യാതെയല്ലേ അവൻ എന്നോട് ഈ ക്രൂരകൃത്യം ചെയ്തത് എന്ന് മനസ്സിലായിട്ടുണ്ടാവില്ലേ? പോട്ടെ, ഇത്രയും സംഭവിച്ചു കഴിഞ്ഞു, ഞാൻ സ്നേഹിക്കുന്ന ആളാണ്, ഞാൻ ക്ഷമിച്ചേക്കാം എന്ന് കരുതി ഞാൻ പ്രഗ്നന്റ് ആണ് എന്ന് വിളിച്ചു പറയുമ്പോൾ ആ പെൺകുട്ടിയെ ബ്ലോക്ക് ചെയ്യാണ്, അബോർഷൻ ചെയ്യുന്നതിനെ പറ്റി സംസാരിക്കുകയാണ്, കുടുംബം തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. ഇതിന്റെ ഈ ക്രൈമിന്റെ ഒക്കെ ഇന്റൻസിറ്റി ഒന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ പെൺകുട്ടി ഇയാള് ഒരു ജനപ്രതിനിധിയാണ്. ഇപ്പോൾ അവർക്ക് ഒരു കുടുംബത്തിൽ പ്രശ്നമുണ്ട്. ഇപ്പോൾ മുൻപത്തെ ബന്ധവുമായി ബന്ധപ്പെട്ട് അവർക്ക് ശാരീരിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ശാരീരിക മർദ്ദനങ്ങൾ ഏൽക്കുന്നതോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു ജനപ്രതിനിധിയോട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നു. അയാൾ ആ സാഹചര്യം ചൂഷണം ചെയ്യുകയാണോ വേണ്ടത്? എന്നിട്ട് ഒരു പരാതി വന്നതിന് ശേഷം അതൊരു രാഷ്ട്രീയ ആയുധമാണെന്ന് പറയാൻ, ഇത് ഇനിയൊരു രാഷ്ട്രീയ ആയുധമാകാം. പാലക്കാട് കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് പോകുന്ന സാഹചര്യത്തിലേക്ക് വരെ വേണമെങ്കിൽ ഇടതുപക്ഷത്തിനും BJPക്കും കൊണ്ടുപോകാം. പക്ഷേ അവിടെയാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലൊരു നീക്കം അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു രീതി എന്ന് പറയുന്നത്. ഈ ഒരു പരാതിക്ക് പിന്നാലെ ഇന്ന് രാഹുലിന് അത്രത്തോളം സപ്പോർട്ടേഴ്സ് കൂടിയിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളിപ്പോൾ പറയുമ്പോൾ പോലും എണ്ണം കൂടുന്നതനുസരിച്ച് വിശ്വാസ്യത കുറഞ്ഞാണ് വരുന്നത് എന്ന് തോന്നുന്നു രാഹുലിന്റെ കാര്യത്തിൽ. ഇപ്പോൾ ഈ ഒരു കേസ്, ഈ ഒരു പരാതിയോ അല്ലെങ്കിൽ ഈ ഒരു ന്യൂസിന് താഴെ വന്നുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റുകൾക്ക് താഴെ വന്നുകൊണ്ട് പറയുന്ന കമന്റുകളിൽ ഭൂരിഭാഗം ആളുകളും രാഹുലിനെ അനുകൂലിച്ചുകൊണ്ടുള്ളതാണെന്നുള്ളതാണ് ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ നമ്മൾ പറയുന്നത് പാലക്കാട് പോലും ഈ പറയുന്ന കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് പോകുമോ എന്ന് ചോദിക്കുമ്പോൾ ഓരോരുത്തരും വിശ്വസിക്കുന്നത് മറ്റൊരു തരത്തിലാണ്. അല്ലെങ്കിൽ ഇതിന്റെ യഥാർത്ഥം അപ്പൊ നമുക്കൊരിക്കലും രാഹുലിനെ, ഈ പെൺകുട്ടിയെ ഞാനിപ്പോൾ കുറ്റം പറയുകയല്ല, പക്ഷെ ഒരുപക്ഷെ കുറച്ചുകൂടെ നേരത്തെ ആകാമായിരുന്നു. ഇത്രയും പരാതികൾ വന്നപ്പോൾ, ഒന്നിലധികം പരാതികൾ വന്ന സമയത്തെങ്കിലും ഒരു പെൺകുട്ടി ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് വരുന്നത് എന്നാണെന്ന് തീരുമാനിക്കുന്നത് ഞാനോ ഹർഷയോ സമൂഹമോ അല്ല. നമ്മുടെ സമൂഹത്തിന് ഒരു പ്രശ്നമുണ്ട്. സ്ത്രീകൾ പറയുന്ന നീ എന്തിനു പോയി, അതുകൊണ്ടല്ലേ ഇത് സംഭവിച്ചതെന്ന് ചോദിക്കുന്ന ഒരു പ്രശ്നം സമൂഹത്തിനുണ്ട്. അത് നമ്മുടെ ഈ പെൺകുട്ടികളുടെ പ്രശ്നമല്ല, സമൂഹത്തിന്റെ പ്രശ്നമാണ്. ഒരു പെൺകുട്ടി പീഡനത്തിനിരയായി ഇഷ്ടമില്ലാത്ത, കൺസെന്റ് ഇല്ലാതെ ഒന്ന് ദേഹത്ത് തൊട്ടുവെങ്കിൽ പോലും 30 വർഷം കഴിഞ്ഞ് ആ പെൺകുട്ടി പരാതി പറഞ്ഞാലും അതിന് വാലിഡിറ്റി ഉണ്ട്. കാരണം ആ കുട്ടിക്ക് 30 വർഷം കഴിഞ്ഞ് നമ്മളെല്ലാവരും ഇപ്പൊ പെൺകുട്ടികളും ആൺകുട്ടികളും നമ്മളെല്ലാവരും ബസ്സിലും ട്രെയിനിലും ഒക്കെ നമ്മളോടൊക്കെ ആൾക്കാർ അപമര്യാദയായി പെരുമാറിയിട്ടുണ്ട്, നമ്മൾ ചോദിക്കാതെ ടച്ച് ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ അത് എത്ര പേരോട് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് നമ്മൾ പറയുന്നില്ല? അവർ ചെയ്തവരുടെ തെറ്റാണിതെന്ന് നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിട്ട് നമുക്കത് പുറത്തു പറയാൻ മടിയാണ്. അത് എന്തുകൊണ്ടാണ്? നമുക്ക് ഈ പേടിയാണ്, ചുറ്റുമുള്ളവർ നമ്മളെ എങ്ങനെ കാണുമെന്നുള്ള ഭയം കൊണ്ടാണ്. ആ ഭയം കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും ഫാൻ ബേസ് ഉള്ള, ഇത്രയും സപ്പോർട്ടേഴ്സ് ഉള്ള രാഹുലിനെതിരെ ഒരു പെൺകുട്ടി പറയണമെങ്കിൽ അത്രയും ധൈര്യം ഉണ്ടാകണം. ആ ധൈര്യം എടുക്കാൻ ഈ പറഞ്ഞതുപോലെ 6 മാസം 1 വർഷം എടുക്കുമായിരിക്കും. പെൺകുട്ടി പറയുന്നുണ്ട് ഇത്രയും പരാതികൾ മുന്നോട്ട് വന്നപ്പോൾ സത്യമാണ് എന്നുള്ളത് പെൺകുട്ടിയും വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ അതിനപ്പുറത്തേക്ക്, കാരണം തനിക്ക് ലഭിച്ച അനുഭവമാണെങ്കിലും പുറത്തു വരുന്ന കേസുകളിൽ ഈ സമാനമായ അനുഭവങ്ങൾ അനുഭവിച്ച പെൺകുട്ടികൾ പുറത്തു പറയുമ്പോൾ തനിക്ക് എന്താണോ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത് അത് തന്നെ റീക്രിയേറ്റ് ചെയ്ത് മെന്റലി അത് അത്രത്തോളം ഡൗൺ ആവുന്നുണ്ടായിരിക്കാം. പക്ഷേ അപ്പോഴും കുടുംബത്തെ ഇല്ലാതാക്കും അല്ലെങ്കിൽ അമ്മയും അച്ഛനെയും കൊന്നുകളയും എന്നുള്ള രീതിയിൽ വരെയുള്ള ഭീഷണികൾ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ രാഹുൽ പറയുമ്പോൾ ഇപ്പോൾ ആ ഭീഷണിക്ക് ഭയമില്ലാതെ ആയോ എന്നുള്ളത് മറ്റൊരു ചോദ്യം തന്നെയല്ലേ? ഇപ്പോൾ ആ പേടിയില്ലേ രാഹുൽ? ഇനി തന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല രാഹുലിനെ എന്നുള്ള ഒരു കോൺഫിഡൻസ് ആണോ ഇപ്പോൾ പുറത്തു വരാൻ, ഇപ്പോൾ ഈ പരാതിയുമായി മുന്നോട്ട് വരാൻ ധൈര്യം നൽകിയത്? അപ്പോൾ ആ പെൺകുട്ടി പേടിച്ച് ജീവിക്കണമായിരുന്നു? ഒരിക്കലും അല്ല, കുറച്ചുകൂടി നേരത്തെ പറയാമായിരുന്നില്ല. ഇത്രയും പരാതികൾ വന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നുവെങ്കിൽ. അതിന്റെ ഉത്തരം തന്നെയാണ് ഞാൻ ആദ്യം കുറച്ചു മുന്നേ പറഞ്ഞത്. ആ പെൺകുട്ടി പുറത്തു പറയാൻ ഇത്രയും സമയമെടുത്തു. ഇത്രയും ഫാൻ ബേസ് ഉള്ള, ഇത്രയും സപ്പോർട്ടേഴ്സ് ഉള്ള, ഇപ്പൊ നമ്മുടെ ഈ വീഡിയോക്ക് താഴെ വന്ന് എന്നെ തെറി വിളിക്കുന്ന ആൾക്കാരെ വേണമെങ്കിൽ ഹർഷേണ്ടി എടുത്തോളൂ. അത്രയും ആൾക്കാരുള്ള ഒരാൾക്കെതിരെ പരാതി കൊടുക്കാൻ എത്ര ധൈര്യം എടുക്കും? അത് നമ്മൾ എന്തുകൊണ്ട് അന്ന് ചെയ്തില്ല എന്ന് ചോദിക്കുന്നത് വെറും വിഡ്ഢിത്തമാണെന്ന് ഞാൻ പറയും. ഇനിയിപ്പോൾ ഇതുമായി കൂടുതൽ ഡീറ്റെയിൽസ് പുറത്തു വരാനിരിക്കുന്നുണ്ട്. എന്തായാലും ആദ്യത്തെ 2 കേസുകൾ വന്നപ്പോഴും അത് തേഞ്ഞു മാഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങിയതുപോലെ ഇതിലും അങ്ങനെയുള്ള ഒരു സാധ്യതകളുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ച് രാഹുൽ പുറത്തു വരുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. അതിനപ്പുറം രാഹുലിനോടൊപ്പം
ഫെനി നൈനാനും കൂടെ വീണ്ടും ഈ ഒരു കേസിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതും വരുന്ന സമയങ്ങളിൽ ഫെനി നൈനാന് റിസൾട്ട് വന്നപ്പോൾ തിരിച്ചടിയായി, അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ നമുക്ക് അത്ഭുതപ്പെടാനില്ല എന്നിപ്പോൾ ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ബാക്കിയൊക്കെ വരുന്ന സമയങ്ങളിൽ അറിയാൻ സാധിക്കും എന്നുള്ളതാണ്.